കേരളം ഉറ്റുനോക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഭരണ തുടർച്ചയെന്ന LDFന്റെ സ്വപ്നവും അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ പോരാട്ടവും നേർക്കുനേർ നിൽക്കുമ്പോൾ കേവലം ഭരണമാറ്റത്തെക്കാൾ ഉപരിയായി മന്ത്രിസഭയിലെ പ്രമുഖരുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പലപ്പോഴും പ്രവചനങ്ങൾക്കപ്പുറമായിരുന്നു ജനവിധികൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇക്കുറി വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭരണപക്ഷമായ ഇടതുമുന്നണിയിൽ വലിയ തോതിലുള്ള ആശങ്കകൾ നിഴലിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. 2021 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നേടിയ ചരിത്രപരമായ ഭരണ തുടർച്ച 2026 ആവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന CPM കേന്ദ്രങ്ങളിൽ പോളിംഗിന് ശേഷം പുറത്തുവരുന്ന താഴെത്തട്ടിലുള്ള കണക്കുകൾ അത്ര ശുഭകരമല്ല. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 20 മന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും കടുത്ത മത്സരമാണ് നേരിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ചുരുക്കം ചിലർക്ക് മാത്രമാണ് LDF കേന്ദ്രങ്ങൾ 100% വിജയസാധ്യത നൽകുന്നത്. മുഖ്യമന്ത്രി ധർമ്മടത്ത് സുരക്ഷിതനാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പല പ്രമുഖർക്കും മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ചെങ്ങന്നൂരിലെ സജി ചെറിയാൻ, ഏലത്തൂരിലെ AK ശശീന്ദ്രൻ, ഒല്ലൂരിലെ K രാജൻ, നെടുമങ്ങാട് GR അനിൽ എന്നിവർ മാത്രമാണ് വിജയം ഉറപ്പിച്ചവരുടെ പട്ടികയിലുള്ളത്. മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് വിശേഷിക്കപ്പെടുന്ന മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നേരിട്ട കടുത്ത മത്സരം CPMനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയെങ്കിലും പ്രാദേശികമായ തർക്കങ്ങളും ഭരണവിരുദ്ധമായ വികാരവും റിയാസിനെ പോലൊരു യുവ നേതാവിന്റെ ഭൂരിപക്ഷത്തെ ബാധിച്ചേക്കുമെന്ന ഭയവും പാർട്ടിക്കുണ്ട്.